ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് ലയേഴ്സ് ഇൻ ലവ്. ഈ ഡ്രാമ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഷോർട്സിലൊക്കെ ട്രെൻഡായി കാണും. സോ ആ ഡ്രാമയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കുറേ പേര് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തതാണെന്നറിയാം. സോ ഇപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. തുടക്കം തന്നെ നമ്മുടെ ഹീറോയിൻ സങ്ലൈനാണ് കാണിക്കുന്നത്. അങ്ങനെ അവളുടെ പണി എന്താണെന്ന് വെച്ചാൽ കപ്പിൾസായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ ബോയ് ഫ്രണ്ടിനോട് സംശയം വരുവാണ് ഇവളുടെ അടുത്തായിരിക്കും ആ ജോലി ഏൽപ്പിക്കുന്നത്. അതായത് ആ ബോയ് ഫ്രണ്ട് ഒരു ഫ്രോഡ് ആണോ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഇതൊരു വെറൈറ്റി തരം ജോലിയാണ്. ഇവൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിന്റെ ബോയ് ഫ്രണ്ടും എല്ലാം ചതിയന്മാരാ. അതായത് ഇവളെ കണ്ട ഉടനെ അവന്മാരപ്പം തന്നെ വീണും. അങ്ങനെ ഫ്രോഡുകളെ കണ്ടെത്തി ഇവള് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അറിയാതെയാണ് ഇവൾക്ക് കിട്ടിയ ഫോട്ടോ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വേറൊരുത്തനെ ചെന്ന് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാന്ന് പറഞ്ഞ് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് അവനെ നാണം കെടുത്തും. പക്ഷെ ഇവൾക്കാണ് ആള് മാറിപ്പോയി. അങ്ങനെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അവൾ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടെ ഇരിക്കുന്ന ഇത് കേട്ടിട്ട് മിക്കവാറും ഇവള് കാരണം ആ പാവം പയ്യൻ എല്ലാവരും ഫ്രണ്ട് വെച്ച് നാണം കിട്ടുമായിക്കാണെന്ന് പറയും. അങ്ങനെ അതിനെക്കുറിച്ച് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാമത്തിൽ ചെന്ന് ആന്റിയുടെ കൂടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പോകാന്ന് പറയും. അങ്ങനെ ഫ്യൂച്ചറിൽ അവിടെ റിസോർട്ട് വന്ന ഉടനെ ഇവരുടെ ബിസിനസ്സും ക്ലിക്കാന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ഇവൾ ഇപ്പൊ ചെയ്യുന്ന പണിക്ക് ആ പണി കുറച്ച് ബെറ്റർ ആണെന്നറിഞ്ഞ് ഇവൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇതേവരെ ചതിക്കുന്ന പയ്യന്മാരെ കണ്ട് അവസാനം ഇവൾക്ക് ബോയ് ഫ്രണ്ട് സെറ്റ് ആകത്തില്ലെന്ന അവൻ വിചാരിക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ഇവനും കളിയാക്കുമ്പം അതേസമയം ഇവളുടെ ആന്റിയാണ് ഫോൺ വിളിച്ചിട്ട് ആ റിസോർട്ട് പണിയാൻ വന്നവന്മാര് ഇവരുടെ കൃഷി സ്ഥലത്തും ആക്രമിക്കാൻ തുടങ്ങിയെന്നറിയും. അതേസമയം ഇപ്പം നമ്മുടെ ഹീറോയെ കാണിക്കുവാണ്. ഇവന്റെ പേര് ചങ്റാൻ. ഇവൻ വിദേശത്ത് നിന്ന് പഠിച്ചിട്ട് അവന്റെ അച്ഛന്റെ കമ്പനി വർക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. അപ്പോഴാണ് ഇവൻ വരുന്നുണ്ട് ആ കമ്പനിയുള്ള എല്ലാരും കൂടെ ഒരു ഷിപ്പ് തുടങ്ങിയ റിസോർട്ടിന്റെ പ്രോജക്റ്റ് ആണെന്നാണോ ഇവൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് അവരൊക്കെ പരിദോഷണം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം ഈ പ്രോജക്റ്റ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവന്റെ സ്റ്റെപ്പ് മദറ. അവർക്കാണ് ഇവൻ ഒട്ടും തന്നെ ഇഷ്ടമില്ല. പക്ഷെ അവൻ ഇവിടേക്ക് വന്നിട്ട് അവൻ ഇപ്പൊ എടുത്ത ആ പുതിയ പ്രോജക്റ്റിലേക്ക് കൂടുതൽ താല്പര്യം നിറയും. അങ്ങനെ ആ ഗ്രാമം അവന്റെ അമ്മയുടെ സ്ഥലമായതുകൊണ്ട് അവൻ ഈ പ്രോജക്റ്റ് വേണമെന്ന് പറയുമ്പം ഇത് കേട്ട് ഇവന്റെ അച്ഛനും അവരും കൂടെ അങ്ങ് ഷോക്കാവും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ സ്റ്റെപ്പ് മദറാണ് ഇവനിപ്പോ ഇവിടെ വന്നേല്ലേ ഉള്ളു, അതിനും ഇത്രയും വല്ല പ്രോജക്റ്റ് ആണോന്ന് പറഞ്ഞ് ആ പ്രോജക്റ്റ് അവർ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ അവൻ അപ്പോഴേക്കും ഡീൽ ചെയ്യുന്ന ഒരു പക്ഷേ ഈ 3 മാസത്തിനുള്ളിൽ അവൻ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയർത്തെങ്കിൽ ഇവൻ ആ പ്രോജക്റ്റ് തരാൻ പറ്റുമെന്ന്. ഇത് കേട്ട് അവരാലോചിച്ചിട്ട് 3 മാസം കൊണ്ട് ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും ഒരുപക്ഷെ ഇവൻ പ്രോഫിറ്റ് കൂട്ടിയില്ല എന്ത് എന്ന്. അപ്പോഴാണ് അവനും ഒരു ഇവൻ ഡീൽ ചെയ്തത് ചെയ്യാൻ പറ്റിയില്ല, അവൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയിക്കോളാൻ പറയും. ഇത് കേട്ട് അവർക്കൊരു നല്ല ഡീലായിട്ട് തോന്നി ഇവനെ കൊണ്ട് പ്രോഫിറ്റ് കൂട്ടാൻ ഒക്കത്തില്ലെന്ന് വിചാരിച്ച് അവരതിനെ സമ്മതിക്കും. അപ്പോഴാണ് എല്ലാം കേട്ടിട്ട് ഇവന്റെ അച്ഛനും നീ സത്യത്തിൽ എന്റെ മോനാന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് വരും. ഇതേ സമയം സംഗ്ലയാണ് അവളുടെ ആന്റിയെ കാണാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പം അവരാണ് ഒരു കസേരയിട്ട് ഇരുന്നിട്ട് എന്റെ കൃഷി ആരെ നശിക്കാൻ വരുന്നെന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് ഇവൾ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് തിരക്കുമ്പം ഇവളുടെ അച്ഛൻ 20 വർഷം മുമ്പേ ഒരു കമ്പനിക്ക് ഈ സ്ഥലം ലീസിന് കിട്ടിയാന്ന് പറയും. അങ്ങനെ അത് കാരണം തന്നെ ഇപ്പൊ നമ്മുടെ സ്ഥലത്തും ആ റിസോർട്ട് പണിയാൻ പോകാന്ന് പറഞ്ഞിട്ട് ഇവരോട് വിഷമിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് അവളാണ് എന്നും പറഞ്ഞ് അച്ഛന്റെ പേരുള്ളത് നമ്മളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളും ടെൻഷനാകും. കാരണം ഇവളുടെ അച്ഛൻ ഇട്ട കോൺട്രാക്ട് കാരണം അവന്റെ കമ്പനിക്ക് ഇവരുടെ സ്ഥലത്തിന്റെ മേൽ അവകാശമുണ്ട്. അങ്ങനെ അച്ഛൻ എങ്ങനെയല്ലേ കണ്ടെത്തി ഈ കോൺട്രാക്ട് ക്യാൻസൽ ആക്കിയാല് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഇവളും പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അന്ന് രാത്രി ഇവളാണ് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ അച്ഛൻ ഇവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ബിസിനസ് ട്രിപ്പിനൊക്കെ പോകും. അങ്ങനെ ആ സമയത്ത് ഇവളെ കാണാതെ ഇവളുടെ ആന്റിയാണ് ടെൻഷനായി ഒരു പൊടി പങ്കുവച്ചിന് ഇങ്ങനെയാണ് ഒറ്റയ്ക്കാക്കിട്ട് വന്നെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ വഴക്ക് പറഞ്ഞിട്ട് ഇവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഡ്രസ്സ് ഫുൾ അഴിക്കോടെ സംഗ്ലി ഇവളുടെ ആന്റിയെ കണ്ട് അടുത്തേക്ക് വരുമ്പം ഇവരാണ് ഇവൾ ആരെയൊക്കെ റാഗ് ചെയ്തെന്ന് ചോദിക്കും. പക്ഷെ അവൾ ഇവർ വിഷമിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ലെന്ന് പറയുമ്പം ആന്റി ഇനി ആരെയൊക്കെ നിന്നോട് മോശമായിട്ട് ബിഹേവ് ആണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇനി തൊട്ട് അവരുടെ കൂടെ ജീവിച്ചോന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകും. അതുകൊണ്ട് കൊച്ചിലെ തൊട്ട് ഈ കൃഷി സ്ഥലത്താണ് അവൾ ജീവിച്ചു വളർന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം അവൾ വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനെ കണ്ടെത്താൻ തീരുമാനം എടുക്കും. ഇതേ സമയം ഇവിടെ ഹീറോയുടെ കമ്പനിയെ കുറിച്ച് അവന് വിശദീകരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ ലീസ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആദ്യം നിന്റെ അച്ഛനെ കണ്ടെത്തണം. പക്ഷെ നിന്റെ അച്ഛന്റെ ഫോൺ നമ്പർ ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട ആ കോൺട്രാക്ട്, കാരണം അതിനകത്ത് ഫോൺ നമ്പറാണ്. ഇതിന് ഇവനും പറയുമ്പോഴാണ് അവളും ഓക്കെ എന്റെ അച്ഛന്റെ ഫോൺ നമ്പർ കിട്ടിയ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ച് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കാം. ഇതിന് ഇവൾ പറയുമ്പോഴാണ് അവനും അതൊക്കെ ശരിയാ, പക്ഷെ ആ കമ്പനിയിൽ നിന്ന് നമ്മളെങ്ങനെയാ കോൺട്രാക്ട് എടുക്കുന്നത്, അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അവിടുത്തെ ഇൻഫോർമേഷൻ റൂമിനകത്ത് നമ്മളെ പോലത്തുള്ള കുറെ കോൺട്രാക്ട് ഉള്ള, പക്ഷെ അവിടെ കയറണമെങ്കിൽ നമുക്ക് അസസ് കാർഡ് വേണം. അതും ആ കമ്പനി 3 ഇറയിലേ കാണത്തുള്ളൂ. നിന്റെ ടാർഗറ്റ് ഇവനാ, ഇവന്റെ പേര് സംഗ്രാൻ. ഇവന്റെ അടുത്ത് നിന്ന് വേണം നീ അസസ് കാർഡ് തട്ടിയെടുക്കാൻ. ഇവനും കാണിക്കുമ്പോഴാണ് ആ ഫോട്ടോ കണ്ട് ഇവളാണ് ഷോക്ക്. ഇവനെ അതിനിപ്പോ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ എവിടാന്ന് ഓർമ്മയില്ലാത്ത. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും അതിനൊന്നും ചാൻസ് ഇല്ല, ഇവൻ വിദേശത്ത് നിന്ന് ഇപ്പൊ വന്നേ ഉള്ളു, എന്തായാലും അസസ് കാർഡ് അവന്റെ പോക്കറ്റിൽ തന്നെ കാണും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് എടുക്കണം. എന്നിന് ഇവർ രണ്ടും കൂടെ ഒരു പ്ലാൻ ചെയ്യും. അങ്ങനെ അവരുടെ കമ്പനി നടക്കുന്ന ഒരു ഡിന്നർ പാർട്ടി ആയിരിക്കും ഇവരുടെ കറക്റ്റ് സമയം പറഞ്ഞ് സംഗ്ലിയും ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അവൾ അവിടേക്ക് അങ്ങ് പോകും. ഇതേ സമയം ഇവിടുത്തെ CCTV എല്ലാം കൂടെ ഇവളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കുമെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും അവൾക്ക് നോക്കാൻ പറ്റും. ഇതേ സമയം ഇവിടെ സംഗ്രാനാണ്
അവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു പെണ്ണ് ഇവന് വേണ്ടി കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഇവളും ഇവിടെ വന്നപ്പോ തന്നെ എന്തുകൊണ്ടാ എന്നെ ജോലിന്ന് പുറത്തേക്കെന്ന് അറിഞ്ഞ് അവന് മൈക്കെടുത്ത് വീണ്ടും ജോലി ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ അവളെ പിടിച്ച് മാറ്റിയിടാനൊക്കെ നോക്കും. അപ്പോഴാണ് ഇതാ അവിടുത്തെ CCTV വഴി ഇവളാണ് കണ്ടിട്ട് അപ്പൊ ഇവൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളാന്ന് അറിഞ്ഞ് ഇവൾ അതൊക്കെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കും. ഇതേ സമയം അവനും ഇനി അടുത്തേക്ക് തന്നെ നിൽക്കുവാണ് ഇവളുടെ ഫേസിനെല്ലാം പറ്റിയ പിന്നെ അവനത് ബാധകല്ലെന്നറിയും. അതോടെ അവൾ ദേഷ്യപ്പെട്ട് ഇനി നീ എന്നെ കെഞ്ചാലും ഞാൻ വരത്തില്ലെന്നറിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും താഴേക്ക് വന്ന് അവിടുത്തെ ബിസിനസ് മാനായിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന സംഗ്ലയാണ് ഇതാ നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവന്റെ പോക്കറ്റിൽ നിന്ന് ആ കാർഡ് തട്ടിപ്പറിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. പക്ഷെ ഇവൾക്ക് മുമ്പേ തന്നെ അവൻ നാണം കെടുത്തിയ പെണ്ണാണ് അടുത്തേക്ക് ചെന്ന് എന്നെ എന്തിനാ ഇത്രയും പെട്ടെന്ന് ജോലിന്ന് പുറത്താക്കിയെന്ന് അവൾ അവിടെ നിൽക്കഞ്ച് കുറെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നേക്കുന്ന എല്ലാവരും കൂടി ഇവനെ നോക്കുമ്പോൾ റിപ്പോർട്ടേഴ്സ് അതേസമയം ഇത് കണ്ട് ഒന്നുകൂടി ഇവൻ എന്തിനാ ഇവിടെ ജോലിക്ക് ചേർന്നപ്പോൾ തന്നെ ഇവളെ ജോലിന്ന് പുറത്താക്കിയും ചോദിക്കും. അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള മോഡലിനെ തന്നെ നിങ്ങൾ ജോലിന്ന് പുറത്താക്കി നാണം കെടുത്തോണെന്ന് അറിഞ്ഞ് എല്ലാവരും കൂടി ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്ന സംഗ്ലയാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിലുള്ള വീഡിയോ അങ്ങ് ചെന്ന് കാണിക്കും. അങ്ങനെ ഇവളാ ചുമ്മാ നാടകം കളിച്ചോണ്ടിരിക്കുന്നതിന് എല്ലാവരും ഫ്രണ്ട് ആ വീഡിയോ കാണിക്കുമ്പോൾ അവളാണ് അത് കണ്ട് പേടിച്ചു പോയി ഇവൾ ചുമ്മാ എഡിറ്റ് ചെയ്ത് കാണിക്കുമെന്ന് അറിഞ്ഞ് അവൾ റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരാണ് പുതിയ ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിന് മയക്കെടുത്ത് റിച്ചായിട്ട് ഫാമിലി കല്യാണം കഴിക്കാനാണ് തീരുമാനം എടുത്തതെന്ന് ചോദിക്കും. അപ്പൊ ഇതൊക്കെ നാടകമാണെന്ന് പറഞ്ഞ് അവരും ചോദിച്ച ഉടനെ ഇവളാണ് എനിക്ക് തലവേദന എടുക്കുന്ന പറഞ്ഞിട്ട് അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇവളാരെന്ന് പറഞ്ഞ് ന്യൂസുകാരൊക്കെ ചോദിക്കുമ്പോൾ അവളും പെട്ടെന്ന് ഞാൻ സംഗ്രാമിന്റെ ഗേൾഫ്രണ്ടാന്ന് പറഞ്ഞ് അവനെ പിടിച്ചങ്ങ് അടിപ്പിക്കും. ഇത് കേട്ട് എല്ലാരും കൂടെ ഷോക്കായി ഇതെപ്പോഴാ നടന്നതെന്ന് പറഞ്ഞ് എല്ലാരും അവനോട് ചോദ്യം ചെയ്യും. പക്ഷെ അവനാണ് എല്ലാരെ പോലെ തന്നെ ഇവന് ഷോക്കായി ഞാൻ ഈ ലേഡിയും തമ്മിൽ ഒന്നില്ലെന്ന് പറയാൻ വരുമ്പം പെട്ടെന്ന് അവളാണ് ഇവനെ കിസ് ചെയ്യും. അങ്ങനെ ആ സമയം നോക്കി ഇവള് പോക്കറ്റിൽ നിന്ന് ആ കാർഡ് എടുത്തോണ്ട് നൈസിനെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവള് നോക്കുമ്പോ അത് അവന്റെ റൂം കാർഡായിരിക്കും. പിന്നെ അവൾക്ക് മനസ്സിലാവുന്ന ഇത് മറ്റവള് ഇവനെ മയക്കെടുക്കാൻ വേണ്ടി അവളുടെ കാർഡ് തന്നെയാണ്. അങ്ങനെ ഇവൾ ഇവിടെ കൺഫ്യൂസ് ആയിരിക്കുമ്പം സംഗ്രാനാണ് അവിടേക്ക് വന്നിട്ട് ഇവളെ മിസ് സൂച്ചിങ് എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ ഇവന് സൂച്ചിങ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോട് കുറച്ചു വർഷം മുമ്പേ മാരേജ് ഫിക്സ് ചെയ്തയാ. പക്ഷെ വിദേശത്ത് പോയതോടെ ഇവർ തമ്മിൽ മീറ്റ് പോലും ചെയ്ത് കാണത്തില്ല. അതുകൊണ്ട് അവളായിരിക്കും എന്ന് പറഞ്ഞ് അവൻ തെറ്റിയിരിക്കുമ്പം ഇവൾ ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് ഇവള് സൂച്ചിങ് ആയിട്ട് അങ്ങ് ആക്ട് ചെയ്യും. പക്ഷെ അവനാണ് അപ്പോഴും ഇവളെ മൈൻഡ് ചെയ്യാതെ നമുക്ക് എന്റെ റൂമിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞ് അവളും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ഇത്രയും മാസമായിട്ട് എല്ലാവരും കിസ് ചെയ്താണോ നമ്മുടെ റിലേഷൻഷിപ്പിനെ എല്ലാരും അറിയിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അത് കാരണം ഇവനെ കൊണ്ടുപോലും ഒന്നും പറയാൻ പറ്റില്ലെന്ന് ഇവളൊരു വലിയ സംഭവം എന്ന് പറയുമ്പം അവൾ ഇവനെ കുറെ ഇംപ്രസ് ചെയ്തെന്ന് ചോദിക്കും. ഇനി പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇവന്റെ അടുത്തേക്ക് വരുമ്പം അവനാണ് ഇനിയിപ്പോ നിനക്ക് സത്യത്തിൽ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. കാരണം ഇവന്റെ ഓർമ്മയിൽ ഒരു 2 വർഷം മുമ്പ് ഇവനെ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവൾ കരഞ്ഞോണ്ട് പോയെന്ന് ഇവൻ അറിഞ്ഞെന്ന് പറയും. ഇനിയിപ്പോ അതൊക്കെ മറന്നോന്നറിഞ്ഞ് ഇവൻ അവളോട് ചോദിക്കുമ്പം ഇവരിന് മുമ്പ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവൾക്ക് ഓർമ്മ വരും. അതായത് മറ്റവനാണ് പറഞ്ഞാണ് ഇവളെ കൊണ്ട് ആക്സസ് കാർഡ് എടുക്കാൻ പറ്റിയില്ല, അവൻ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത് വെച്ച ആ സൂച്ചിങ് ആയിട്ട് ആക്ട് ചെയ്താൽ മതിയെന്ന്. കാരണം അവളെ കുറിച്ച് ഇപ്പൊ ഒരു വിവരമില്ല. കൂടാതെ അവളായിട്ട് ആക്ട് ചെയ്ത ഇവൾക്ക് പെട്ടെന്ന് തന്നെ കാർഡ് എടുക്കാന്ന് പറഞ്ഞ് അവൻ ആ പ്ലാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞാണ്. ഇതുകൊണ്ട് ഇവളാണ് അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് 2 വർഷം മുമ്പ് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക് മണ്ടത്തരായി പോയെന്ന് അറിയും. പക്ഷെ ഇപ്പൊ നിന്നെ കാണാൻ നല്ല ഹാൻസം ആണെന്ന് പറഞ്ഞ് അവളവന് ഇഷ്ടമെന്ന് അറിയുമ്പം അവന് താങ്ക്സ് പക്ഷെ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞ് അവനവിടെ നടന്നു പോകും. അപ്പിലാണ് അവളും എങ്കിൽ പിന്നെ എന്നോട് എന്താ ഇഷ്ടപ്പെടാത്തെന്ന് അറിഞ്ഞ് അവനോട് തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഇവനാണ് ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ കണ്ണ് മൂക്ക് വായി ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇനിയിപ്പോ താങ്കൾക്ക് ഇവിടെ നിന്ന് പോകാം, ഞാൻ പുറത്തുവരെ കൊണ്ടാക്കത്തൊന്നുമില്ല എന്നിന് ഇവൻ അവളെ പറഞ്ഞയക്കുമ്പം ഇവളെങ്കിൽ പിന്നെ ഇവളെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ആ കിസ് ചെയ്ത മാറ്റർ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞയക്കും. അതിനുശേഷം ഇവന്റെ സെക്രട്ടറിയാണ് അകത്തേക്ക് എറിഞ്ഞിട്ട് ബോസ് നിങ്ങൾ ചോദിച്ച പോലെ സൂച്ചിങ് ഇൻഫോർമേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് അവളുടെ ഫോട്ടോ. ഇതിന് അവൻ അക്കൗണ്ട് എടുത്ത് കൊടുക്കുമ്പോഴാണ് അതിനകത്ത് ഫുള്ളും സംഗ്ലയുടെ ഫോട്ടോസ് ആയിരിക്കും വരുന്നത്. കാരണം മറ്റവനാണ് ആ പേര് ഇവൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവനാണ് വിശ്വസിച്ചിട്ട് ഇതിനു മുമ്പ് അവിടെ വെച്ച് നടന്ന സംഭവം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞ് അവനിനി ഫ്യൂച്ചറിൽ അവൾ ഒരിക്കലും കാണണമെന്ന് അറിയും. അവരാണ് ഇതൊരു സെക്രട്ടറിയും അത്രയ്ക്ക് അവൾ എന്തെന്ന് പറഞ്ഞിട്ട് അവ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളാണ് അവന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് എനിക്ക് അവന്റെ കയ്യിൽ നിന്ന് കാർഡൊന്നും കിട്ടില്ല, പക്ഷെ നീ എന്നെ നോക്ക്, എന്നെ കാണാൻ സുന്ദരിയല്ലേ, എനിക്കെല്ലാം കുഴപ്പമുണ്ടോ എന്നിന് അവളും ചോദിക്കുമ്പോൾ അവനും കാണാൻ കൊള്ളാന്ന് അറിയും. അതോടെ അവളാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ ആ കണ്ണുവട്ടിന് മാത്രം എന്തോ അങ്ങനെ തോന്നാത്തേന്ന് അറിഞ്ഞ് ഇവൾ അവന്റെ ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് ഇവൻ എന്തോ നോക്കിക്കൊണ്ടിരുന്നെന്ന് നോക്കും. അപ്പോഴാണ് ഇവള് മറ്റവനെ കിസ് ചെയ്തായിരിക്കും ഇവൻ നോക്കിക്കൊണ്ടിരുന്നത്. അതോടെ അവൾ ഞെട്ടിപ്പോയിട്ട് ഈ ഫോട്ടോസ് അതിന് മുമ്പ് ലീക്കായും ചോദിക്കും. അപ്പോഴാണ് അവനും ആ കമ്പനി ഈ പ്രശ്നം പെട്ടെന്ന് സോൾവ് ചെയ്തുകൊണ്ട് ഇവളുടെ ഫോട്ടോസ് ഒന്നും ലീക്ക് ചെയ്യത്തില്ലെന്ന് അറിയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവൻ എങ്ങനെ ഈ ഫോട്ടോ ഇട്ടേയും ചോദിക്കുമ്പോൾ അവന് ഇവർക്ക് പരിചയമുള്ള റിപ്പോർട്ടറാ ഇവളുടെ ആ ഫോട്ടോ ഉണ്ട് സെൻഡ് ചെയ്തെന്ന് അറിയും. എന്നിട്ട് അവനും നീ ഇപ്പൊ കിസ് ചെയ്തിട്ട് ആ കാർഡ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇനിയിപ്പോ നമ്മൾ എങ്ങനെ എടുക്കും അറിഞ്ഞ് എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഒരു പക്ഷെ അവൻ കമ്പനി ഇല്ലാത്തോണ്ടായിരിക്കും അവൻ ആ കാർഡ് പോക്കറ്റ് വെക്കാത്തെന്ന് ഇവൾ ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം സംഗ്രാന് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ
അവിടുത്തെ സ്റ്റാഫൊക്കെ ഇവന്റെ പേഴ്സണൽ ലൈഫ് തന്നെ കുളമായി കിടക്കുക, ഇവനിപ്പോൾ ഈ കമ്പനിയുടെ രാജാവാണെന്ന് അറിഞ്ഞ് അവരൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ എന്തോ സംസാരിക്കാന്നറിയാതെ അവൻ ഇവരൊക്കെ തുറച്ചു നോക്കുമ്പോഴാണ് അവരൊക്കെ ഇവനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓഫീസിൽ കയറിയാലും സംഭവം അത് തന്നെയാ. അതുകൊണ്ട് അവന്റെ സെക്രട്ടറി പറഞ്ഞയച്ച് എന്തോ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഇവൻ പറ്റിച്ചെന്ന് പറഞ്ഞാൽ ന്യൂസ് മൊത്തത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ് ഇവനും ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞ് അതിനാദ്യം ഇവന്റെ ഫ്രണ്ട് പ്രഗ്നന്റ് ആയിട്ട് ആക്ട് ചെയ്ത ലേഡി ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവന് അത് സംഗ്ലയാന്ന് മനസ്സിലായിട്ടില്ല. അതേസമയം അവളാണ് വീണ്ടും അവന്റെ കമ്പനിയിലേക്ക് വന്നിട്ട് ഈ തവണ എങ്ങനെയൊക്കെ കാർഡ് തട്ടിപ്പറിച്ച് ഇൻഫോർമേഷൻ റൂമിലേക്ക് പോകണമെന്ന് ഇവളും തീരുമാനിച്ചേക്കും. പക്ഷെ ഓഫീസിൽ ഇവൻ പറഞ്ഞു വെച്ചേക്കുക സൂചി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചരുമാണ് അവളെ അകത്തേക്കൊന്നും കയറ്റില്ലെന്ന്. അതുകൊണ്ട് ഇവളും അവൻ അത്രക്കായെന്ന് വിചാരിച്ചിട്ട് അവളെ ഒരു ജോബ് വാക്കൻസി ഉള്ള അറിഞ്ഞിട്ട് അവൾ ഇന്റർവ്യൂക്ക് വന്നേന്ന് പറഞ്ഞ് നൈസിനകത്തേക്ക് കയറും. അതേസമയം ഇവിടെ ചങ്ക്രാനെ കാണാൻ വേണ്ടി ഒരു പെങ്കൊച്ച് അവിടെ നിൽക്കും. അങ്ങനെ അവളും ഞാൻ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ചെന്നു വന്നേക്കോന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിക്കാൻ പറയുമ്പം ഇവിടെ സെക്രട്ടറിയാണ് ഇനി തൊട്ട് ഒരു ഗേൾസിനെ ബോസ് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൻ തടഞ്ഞ് നിർത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവര് കാരണമൊക്കെ അവന് ചീത്തപ്പേരെന്നോണ്ടിരിക്കുക. അങ്ങനെ ഇവൾ അവനെ കാണാൻ പോകാത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുമ്പം അതേസമയം അവിടേക്ക് സംഗ്ലയാണ് വന്നിട്ട് അവള് റാനിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കും. പക്ഷെ സെക്രട്ടറി ഇവർ രണ്ടുപേരും അകത്തേറാൻ സമ്മതിക്കത്തില്ല. അതിനുശേഷം ചെന്നി ഇവളും തമ്മിൽ തർക്കം. അവരാണ് ഈ ഒരു ചാൻസ് മുതലെടുത്ത് സംഗ്ലയാണ് ഞാൻ നിങ്ങളുടെ ഡ്രാമയുടെ ഫാനാന്ന് പറഞ്ഞ് അവൾ നൈസിന് ഷൂ ഒക്കെ തുടയ്ക്കുന്ന പോലെ അവളുടെ ഷൂലേസ് രണ്ടും കൂടെ കൂട്ടി കെട്ടിയിടും. അതിനുശേഷം അവൾ അവിടെ പടക്കമെന്ന് പറഞ്ഞ് കിടക്കുമ്പം സെക്രട്ടറി അവളെ നോക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഈ സമയം നോക്കി ഇവളാണ് അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ ആരെയും കാണാതെ എന്തോ ഇത്രയ്ക്കും ബിസി എന്ന് പറഞ്ഞ് ഇവൾ അവനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് അവന് ഷോക്കായി ഇവൾ അങ്ങനെ അകത്തേക്ക് കയറി എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴാണ് അവളാണ് ആ ചാൻസ് യൂസ് ചെയ്ത് നൈസിന് ആ കാർഡ് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ആ സമയം അവന്റെ ഡ്രസ്സാണ് കീറിപ്പോകും. അതിനുശേഷം അവനത് മനസ്സിലാക്കി ഇവള് പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് സംസാരിക്കുമ്പം അതേസമയം ചെന്നും സെക്രട്ടറിയായിട്ട് തർക്കം കൂടി ഇവരുടെ അകത്തേക്ക് കയറിയും. പക്ഷെ ഇവരുടെ ഇവിടെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരാണ് ആകെ ഷോക്കായി പോകും. അതിനുശേഷം റാനും രണ്ടുപേരും ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പുറത്താക്കും. അതിനുശേഷം ഇവന്റെ അച്ഛനാണ് ഇവനെ വിളിച്ചെടുത്തി ഇവ വന്നപ്പോ തന്നെ ഇത്തരം പ്രശ്നം ഉണ്ടാവുകയാണ്. പിന്നെ ഇവൻ ഡീൽ ചെയ്തപോലെ ഇവന്റെ റിസോർട്ട് പ്രോജക്റ്റ് ഒന്നും കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഈ പ്രോബ്ലം ഒക്കെ അവൻ സോൾവ് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഇവനെ സോൾവ് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് സൂചിങ്ങനെ കല്യാണം കഴിക്കുന്നതെന്ന് അറിയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവന് ആ പ്രോജക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു തന്നെ ഇവനും ദേഷ്യത്തിൽ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവന് പെട്ടെന്ന് ധൃതിയോടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കാണുന്ന സംഗ്ലയും ഇവൻ എവിടെ പോകുന്നെന്ന് പറഞ്ഞ് അവളും പുറേ ഫോളോ ചെയ്തോവും. അപ്പോഴാണ് വീട്ടിലിരുന്ന അപ്പൂപ്പനാണ് പെട്ടെന്ന് മിസ്സായി പോയെന്ന് ഇവൾ അറിയാൻ വരുന്നത്. അതേസമയം അവനാണ് അടുത്തേക്ക് വന്ന് ഇവളിപ്പോ എന്തോ ഇവിടെ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അവളിവൻ പെട്ടെന്ന് ഇങ്ങനെ പേടിച്ചു വന്നിട്ട് ഇവനൊരു സപ്പോർട്ടിന് വേണ്ടി വന്നതെന്ന് പറയും. അതിനെ ഇവർ രണ്ടുപേരും കൂടെ അവന്റെ അപ്പൂപ്പൻ അവിടെ പോയെന്ന് പറഞ്ഞ് പോലീസിനൊക്കെ ഇൻഫോം ചെയ്തിട്ട് റൂമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും അവിടുത്തെ ഒരു ഫോട്ടോ കണ്ട് ഇന്ന് ഇവന്റെ അമ്മൂമ്മയുടെ ബർത്ത്ഡേ എന്ന് മനസ്സിലാക്കും. അതിനുശേഷം അവള് എങ്കിൽ പിന്നെ അവരുടെ ബർത്ത്ഡേക്ക് എവിടെയൊക്കെ പോയി കാണുന്നറിഞ്ഞ് ഇവനോട് ചോദിച്ച് രണ്ടുപേരും കൂടി ഇപ്പൊ ആ സ്ഥലത്തേക്ക് പോകും. അതേപോലെ തന്നെ അവന്റെ അപ്പൂപ്പൻ അവിടെ നിന്ന് ഭാര്യ വിചാരിച്ച് ഒറ്റയ്ക്ക് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് അദ്ദേഹത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴാണ് അവിടെ സംഗ്ലയെ കണ്ട ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ എന്ന് വിചാരിച്ച് അവളെ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന റാനും അവസാനം അവന്റെ അപ്പൂപ്പനെ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ അദ്ദേഹമാണ് ഇവന്റെ കൂടെ വരാതെ ഇവൻ ആരാന്ന് അറിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് സംഗ്ലയെ ഭാര്യ എന്ന് വിചാരിച്ച് അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ ഇവള് രാനിനെ പരിചയപ്പെടുത്തി ഇത് നമ്മുടെ പേരക്കുട്ടിയാന്ന് പറയും. അതോടെ അവനാണ് മൊത്തത്തിൽ കരിപ്പാകുമ്പം ഇവന്റെ അവസ്ഥ അതായി പോയതുകൊണ്ട് അവളെയും കൂടെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അതിനുശേഷം അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ മുമ്പേ ഇവന് വെറും വാക്കായിട്ട് താങ്ക്സ് അറിയുമ്പം അവളും താങ്ക്സിന് പകരം ഇവന്റെ സെക്രട്ടറി ആക്കാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവനാണ് ഒരു ഇവൾക്ക് അവനോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാണോ സെക്രട്ടറി ആക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞ് അവൻ എന്നെ സമ്മതിക്കും. പക്ഷെ ഇവളുടെ ഉദ്ദേശം എല്ലാം ആ കോൺട്രാക്ട് പെട്ടെന്ന് അടിച്ചു മാറ്റണമെന്ന്. അങ്ങനെ ഇവർ സംസാരിക്കുന്നവിടെ അവളൊരു പൂച്ചക്കുട്ടിയെ കാണുമ്പോഴാണ് അവളതിന് മീമിന്ന് പേരിട്ട് ഇവനെ നോക്കിക്കോളാൻ വേണ്ടി പറയും. അതിനുശേഷം അവൻ ഓക്കെ പറഞ്ഞ് അതിനെടുത്തോണ്ട് അപ്പം തന്നെ അനിമൽസ് കെയറിലോട്ട് പോകും. അപ്പോഴാണ് ആ ലേഡിയും ഇവിടെ കുറച്ച് ദിവസത്തേക്ക് നോക്കിക്കൊള്ളാൻ പറ്റുന്നതെന്ന് പറയുമ്പം അവനും പെർസിനെ വീട്ടിൽ ഒന്ന് വളർത്തത്തില്ലെന്ന് പറഞ്ഞ് ഇതിനെ 3 മാസം നോക്കാനുള്ള പൈസ അവൻ തരാന്ന് പറയും. അപ്പോഴാണ് ആ ലേഡിയും എങ്കിൽ പിന്നെ ഇതിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും വരുവാണ് അവർക്ക് ഇത് കൊടുത്തേക്കാന്ന് പറയും. അതിന് അവനും ഒക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ആദ്യ ദിവസമായിട്ട് ഇവളും സെക്രട്ടറി ആയിട്ട് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ കഴിക്കാൻ വേണ്ടി സ്നേഹത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടുവരും. പക്ഷെ അവനാണ് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവളും ഫോഴ്സ് ചെയ്ത് അവനെ കഴിപ്പിക്കും. അപ്പോഴാണ് അവളും സെക്രട്ടറി എന്ന സ്ഥിതിക്ക് ഈ കമ്പനിയെ കുറിച്ച് അറിയാൻ വേണ്ടി അവൾ ഇൻഫോർമേഷൻ റൂമിലേക്ക് ഒന്ന് പോയിക്കോട്ടെ ചോദിക്കും. പക്ഷെ അവനാണ് അവിടെ പോകാൻ ഇവൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ് അതൊന്നും വേണ്ടെന്ന് പറയും. ഇതിനുശേഷം അവൾ അവിടെ സീരി ചെന്നിരിക്കുമ്പം അവിടെ ജോലി ചെയ്യുന്ന ഒരു പെങ്കൊച്ചാണ് ഇവള് പ്രഗ്നന്റ് ആയിട്ട് ആക്ട് ചെയ്ത ആ വീഡിയോ എടുത്ത് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന സംഗ്ലയാണ് ഷോക്കായിട്ട് അപ്പൊ സത്യത്തിൽ ഈ വീഡിയോക്കകത്ത് കാണുന്ന ഇവരുടെ ബോസ് റാനാണെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന ഇവളെന്ന് അറിയാതെ പറ്റിച്ചത് ഇവനെയാണെന്ന്. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇനി ഒരു ഷീസത്ത് ഇവൻ അറിയുവാണ് പിന്നെ സൂചിങ്ങയിലെന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്ന് ഇവളും അത് ടെൻഷൻ ഇരിക്കും. അതുകൊണ്ട് അവള് പെട്ടെന്ന് ലിപ്സ്റ്റിക് ഒക്കെ
കൂടുതൽ വാരിയിട്ടിട്ട് ഇവളെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അവളിവൻ കഴിക്കാൻ വിളിച്ചാലും ഇവള് മൈൻഡ് ചെയ്യാതെ തിരിച്ച് കമ്പനിയിലേക്ക് വരും. അതിനുശേഷം അവനിപ്പം കഴിക്കാൻ പോയതുകൊണ്ട് ഈ സമയം നോക്കി ആ റൂമിലേക്കുള്ള കാർഡ് തട്ടിപ്പറിക്കാൻ പറഞ്ഞ് ഇവൾ അവന്റെ റൂം ഫുള്ള് സെർച്ച് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അതേസമയം അവനാണ് ഫുഡ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് കമ്പനിയിലേക്ക് വരും. അതുകൊണ്ട് ഇവളാണ് പേടിച്ചുപോയി ഈ കാർഡും കിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ സൈഡിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ അവൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഇവൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന്. അതേപോലെ തന്നെ അവന് രാവിലെ എന്തോ കഴിച്ചെന്ന് പറഞ്ഞ് വയറിളക്കത്തോടെ അവിടെ നോടി പോകുമ്പോൾ ഇവൾക്ക് അപ്പോഴും ഓർമ്മ വരുന്ന ഇവൾ ഉണ്ടാക്കി തന്ന ഫുഡ് ഇത്രയ്ക്ക് സീനായെന്ന്. അതിനുശേഷം അവളും പുറത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് അവൻ ഇവൾക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച ഫുഡ് എടുത്ത് ഇവളെ കഴിച്ചോണ്ടിരിക്കും. ഇതേസമയം അവിടേക്ക് വരുന്ന റാനെ കണ്ട് അവന്റെ സെക്രട്ടറിയാണ് പ്രഗ്നന്റ് ആയിട്ട് ആക്ട് ചെയ്ത ലേഡി ആരാന്ന് അവൻ കണ്ടെത്തിയെന്നറിയും. ഇതോടെ ഇവളാണ് പേടിച്ചുപോയി അവൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിൽക്കുമ്പോൾ ഇവൻ എത്രയും പെട്ടെന്ന് തന്നെ അവൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറയും. അതോടെ ഇവളാണ് പേടിച്ചുപോയി അത് അവൾ അറിയാതെ ചെയ്തു പോയി തെറ്റായിരിക്കും എന്നറിഞ്ഞ് അവളെ ക്ഷമിക്കാൻ വേണ്ടി ഇവള് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് കേട്ട് സെക്രട്ടറിയാണ് ഇവളുടെ പേരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അവളുടെ ജോബ് എന്തോന്ന് ഇവന്മാർ മനസ്സിലാക്കും. അങ്ങനെ അവസാനം അവളുടെ ഫോൺ നമ്പർ റാൻഡിയെ കൊടുക്കുമ്പോൾ ഇവളാണ് ആ സമയം കൊണ്ട് വയറുവേനെടുക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനെ ശിവനും വിളിക്കുമ്പോൾ ഇവള് സൗണ്ട് മാറ്റി ഫോൺ എടുക്കുമ്പോഴാണ് അവനെ നാണം കെടുത്തിയ സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നാളെ 3 മണിക്ക് ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുവേണ്ടി അടുത്ത ദിവസം അവളാണ് ഫേസിൽ അലർജിയാന്ന് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട് ഫേസ് കാണിക്കത്തില്ല. അതുകൊണ്ട് അവന്മാരാണ് പേടിച്ചുപോയി എങ്കിൽ പിന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്ന് ഇവള് ചുമ്മാ ഫ്രോഡ് കാണിച്ചതിന് ഇവൾക്കെതിരെ കേസ് ഇടാൻ പോവാന്ന്. പക്ഷെ അവളാണ് പേടിച്ചിട്ട് അന്ന് ആള് മാറിപ്പോയതാന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ ഇവരോട് എടുത്തു പറയും. അങ്ങനെ ഇവരുടെ കമ്പനി വേറൊരുത്തനെ ചീറ്റ് ചെയ്യുന്നില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവൾ വന്ന്. പക്ഷെ ആള് മാറിപ്പോയി ഇവനെ ചൂസ് ചെയ്യുന്ന പറഞ്ഞ ഉടനെ ഇവനെങ്കിൽ പിന്നെ ഇവന്റെ ആ ചീത്ത പേര് മാറാൻ വേണ്ടി ഇവളൊരു വീഡിയോ എടുത്ത് ഇവളെന്ന് പ്രഗ്നന്റ് എന്ന് പറഞ്ഞ കള്ളാന്ന് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവസാനം അത് ഡീൽ ചെയ്ത് ഇവൻ അവളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചേക്കും. ഇതിനുശേഷം അടുത്ത ദിവസം അവളും കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ റാനെ കണ്ടിട്ട് അവളാണ് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് അവനും ഇവളെന്തിനാ അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞ് അവനും തെറ്റിയിരിക്കും. ഒരു പക്ഷേ ആ പ്രഗ്നന്റ് ലേഡിയുടെ ന്യൂസ് കാരണമാണോ ഇവളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതിന്. പക്ഷെ അവളാണ് ഇനിയിപ്പോ അവളുടെ കാര്യം മനസ്സിലായെന്ന് പറഞ്ഞ് അവൾ പേടിച്ചിരിക്കുമ്പം അവൻ ഇവളാന്ന് പോലെ അറിയാതെ ആ ലേഡി സംഗ്ലയെ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ച് അവൾക്ക് തരാന്ന് പറഞ്ഞ് അവന്റെ ഭാഗത്തിലുള്ള തെറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവളാണ് പേടിച്ചിട്ട് ഇവൻ വിളിക്കുന്ന ഇവളെ തന്നെയാന്ന് പറഞ്ഞ് അവൾ ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇവൾക്ക് എപ്പോഴും ഇവന് വിശ്വാസമെന്ന് പറയും. പക്ഷെ അവനാണ് ഇവൾക്ക് എന്തായാലും സത്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് രാത്രി സംഗ്ലയുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞേക്കും അവളെ നാള് മാറിപ്പോയി ആക്ട് ചെയ്ത കാര്യമൊക്കെ അവന്റെ ഗേൾ ഫ്രണ്ട് സൂചിങ്ങിനോട് സംസാരിക്കാൻ. അങ്ങനെ ഈ മെസ്സേജ് കണ്ട് ഇവളാണ് ഷോക്കായി. ഇവിടെ മറ്റവനോട് എന്നെ തന്നെ ഞാൻ എങ്ങനെ അവിടെ പോയി സംസാരിക്കുന്നു പറഞ്ഞ് അവളൊന്നും മനസ്സിലാവാതിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും എങ്കിൽ പിന്നെ യഥാർത്ഥത്തെ സംഗ്ലയെ നമുക്ക് തട്ടിക്കളയാന്ന് പറഞ്ഞിട്ട് അവള് മരിച്ചുപോലെ ഇവന്മാരൊരു നാടകം കളിക്കും. അതും വിശ്വസിച്ച് അവൻ അവന്റെ സെക്രട്ടറിയും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ദുഃഖിക്കാതിരിക്കാൻ പറഞ്ഞ് അവന്മാർ അവിടെ നിന്ന് പോകും. പക്ഷെ ഇവൾ ഇതിനു മുമ്പ് തന്നെ അവനൊരു തെറ്റും ചെയ്തില്ലെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോ ഇട്ട് കാണും. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ അവനെ കുറിച്ചുള്ള മോശമായിട്ട് കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കും. അതോടെ ഇവളാണ് സന്തോഷത്തി ഇനിയിപ്പോ സംഗ്ലയുടെ പുറകെ പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം അവനാണ് ആ വീഡിയോ ഇപ്പൊ അവളിട്ട് ഇവന്റെ വിശ്വസ്തത പ്രൂവ് ചെയ്തോണ്ടാണോ ഇവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് അവൻ തെറ്റിയിരിക്കും. എന്നിട്ട് അവനും ഇവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇവളിപ്പോ കൂടെ വരണമെന്ന് പറയുമ്പം അവൾ ഇന്ന് പറ്റത്തില്ല വേറെ ഏതെങ്കിലും ദിവസം വയ്ക്കാന്ന് പറഞ്ഞ് അവൾ നൈസിന് മുങ്ങാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവനാണ് നിന്റെ ഡ്രസ്സ് കുളവായാലും ഞാൻ നിനക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാലെന്ന് പറഞ്ഞ് അവൾക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് അവളെ വിളിച്ചോണ്ട് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവര് ഫാമിലി ഡിന്നറായിട്ട് കഴിക്കുമ്പോഴാണ് ഇവന്റെ കുടുംബത്തിൽ ആരും സൂചിങ്ങിനെ കണ്ടിട്ടില്ലാത്തോണ്ട് ഇപ്പൊ ഇവളെ സൂചിങ്ങാന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് തന്നെ അവളും കണ്ടിന്യൂ ചെയ്യുമ്പം ഇവരാണ് റാനിനെ സൂചിനെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തന്നെ ഇവരുടെ ബിസിനസിന് വേണ്ടിയാന്ന് അവൾ മനസ്സിലാക്കും. അതുകൊണ്ട് അവൾ ആ ചാൻസ് മുതലെടുത്ത് എങ്കിൽ പിന്നെ നിങ്ങൾ പണിയാൻ വന്ന ആ റിസോർട്ടിന്റെ കോൺട്രാക്ട് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇവൾ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കൺട്രോളിലുള്ള സ്റ്റെപ്പ് മദറും എന്തായാലും ഫാമിലിക്കാരായിട്ട് സംസാരിക്കുമ്പോൾ തൽക്കാലം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവരാണ് തടഞ്ഞു നിർത്തും. കൂടാതെ അവളാണ് അറിയാതെ കൈ കഴുകാൻ വെച്ചേക്കുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. ഇത് കണ്ട് അവന്റെ പാരന്റ്സ് ഒക്കെ ഷോക്കായിരിക്കുമ്പം ഇവനാണ് അവൾക്ക് കൂട്ടിനെ വെള്ളം എടുത്ത് കുടിച്ചിട്ട് സാധാരണ ഞങ്ങൾക്ക് ഇങ്ങനെ കുടിക്കുന്നെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് അവന്റെ അച്ഛനാണ് ഇവളുടെ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവിടെ സംഗ്ലയാണ് ഷോക്കായിട്ട് ഈ സൂചിന്റെ അച്ഛനും എല്ലാം കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവളിവിടെ മൊത്തത്തിൽ പുകഞ്ഞുമായിരിക്കും. അതുകൊണ്ട് ഇവളും ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവള് നൈസിന് വിഷയം മാറ്റാൻ നോക്കുമ്പം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള സംഭവം അതിനുമ്പ് മാറിയെന്ന് പറഞ്ഞ് ഇവിടെ അവന്റെ അച്ഛനാണ് ഷോക്കാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വിളിക്കുമ്പം ഇവള് മൊത്തത്തിൽ ഇവിടെ പേടിച്ചറച്ച് ഇപ്പൊ തന്നെ സ്ഥലം വിടാൻ വേണ്ടി വിചാരിച്ചോണ്ടിരിക്കും. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ മോൾ സൂചിങ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഫോൺ ലൗഡ് സ്പീക്കർ ഇട്ട് ഇവളോട് സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവള് പേടിച്ചോണ്ട് ഹലോ അച്ഛാന്ന് പറയുമ്പം അവൾക്ക് പിടികിട്ടി അവളുടെ കൂട്ടുകാരൻ ഈ നമ്പർ ഹാക്ക് ചെയ്തെന്ന്. അതോടെ അവളാണ് സന്തോഷത്തി അച്ഛന് സുഖമാണെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും സംശയം വരത്തില്ല. അതിനുശേഷം ഇവളും റാൻഡ് കൂടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്താലും അവൻ എല്ലാ സ്ഥലത്ത് പോകാൻ സമ്മതിക്കുന്നില്ലെന്ന്
ഇവളും കുറ്റങ്ങൾ പറയുമ്പം ഇത് കേട്ട് ഇവന്റെ അച്ഛനാണ് ഇത് കാരണം ബിസിനസ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിനക്ക് എല്ലാ റൂമിലേക്ക് പോകാൻ ഞാൻ അവകാശം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ കാർഡ് അങ്ങ് എടുത്തു കൊടുക്കും. അങ്ങനെ ഇതിനു വേണ്ടിയാണ് അവൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതിനുശേഷം ഇവര് ഫോൺ സംസാരിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ കുറച്ച് ബിസിനസ് ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആ സ്റ്റെപ്പ് മദർ സെക്രട്ടറി ലീ ആണ് വരും. അങ്ങനെ ഇവനെ കണ്ടിട്ട് ഇവളാണ് പേടിച്ച് കുനിഞ്ഞിരിക്കും. കാരണം ഇവൾക്ക് ഇവന് മുമ്പേ പരിചയമുണ്ട്. അതേസമയം ഇവരെല്ലാം ഇവളെ കണ്ടിട്ട് സൂചിയും താഴെ എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം തന്നെ അവിടെ ഒരു തീ അപകടം പറ്റും. അങ്ങനെ ഇവൾക്ക് നല്ല ലക്കായതുകൊണ്ട് അവൾ ആ ചാൻസ് യൂസ് ചെയ്ത് ആ ടേബിളിന്റെ അടിച്ചെന്ന് ഒളിഞ്ഞിരിക്കും. പക്ഷെ ഇവരെല്ലാരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ റാന് സൂചിങ് അവിടെ പോയെന്നറിയാതെ അവൻ അങ്ങോട്ടൊക്കെ റെസ്റ്റ് റൂമിലേക്ക് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതേ സമയം എല്ലാവരും പോയതിനു ശേഷം ഇവൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് റാൻ ഇപ്പോഴും ഇവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാൻ വരുന്നത്. അതിനുശേഷം അവൾ വീണ്ടും അകത്തേക്ക് കയറി ചെല്ലുമ്പം അവനാണ് ഇവളെ കണ്ടിട്ട് നീ ഇത് എവിടെ പോയി കടന്നെന്ന് പറഞ്ഞ് അവളോട് കുറെ കെയർ ചെയ്യും. അതിനുശേഷം ഇവളാണ് ഇത് കണ്ട് ടച്ചായി അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവനാണ് സർപ്രൈസ് ആയിട്ട് ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കും. ഇനിയിപ്പോ സത്യത്തിൽ ഇവന് അവൾ ഇഷ്ടമാണോ അല്ല അവന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇവളെ കല്യാണം കഴിച്ചാല് അവൻ ആ റിസോർട്ട് പ്രോജക്റ്റ് കിട്ടത്തുള്ളൂ എന്ന ഐഡിയ ആണോന്ന് അറിയത്തില്ല. പക്ഷെ ഇവനാണ് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അവളെ പ്രൊപ്പോസ് ചെയ്യും. ഇനി ഒരു സീനോടാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് വരുത്തിയിരുന്നത്. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. My fears might let me know all the stars.